മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 9-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മകൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവൻ പ്രൗഢധീസ്തുതീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവൻ. ബ്രഹ്മാവ് തൻ്റെ ആധാരമായിട്ടുള്ള ആ താമര അല്ലാതെ കണ്ട് വേറെ ഒന്നും കണ്ടില്ല. 4 ഭാഗത്തേക്ക് നോക്കി ചതുർമുഖനായി തീർന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കി ആ ബ്രഹ്മാവ് തന്നെ താമര ഇളകണതായിട്ട് കണ്ടു. അപ്പോൾ വലിയ സമുദ്രത്തിൻ്റെ ഇടയിൽ താമര മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അതിൻ്റെ ആശ്രയമായിട്ടുള്ള ഭഗവാനെയും കണ്ടില്ല. അപ്പം ഞാൻ ആരായിരിക്കാം ഈ താമരയിലുണ്ടായിരിക്കണം? ഞാൻ തന്നെ ആരാണ്? ഇതിൻ്റെ ആധാരം എന്താണ് എന്ന് നോക്കിയിട്ട് ചിന്താകുലനായിട്ട് തീർന്നു ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ആ ബ്രഹ്മാവ് തന്നെ അതിൻ്റെ ആധാരം ആശ്രയം കാണാനായിട്ട് ശ്രമിക്കുകയാണ് ബ്രഹ്മാവ്. എങ്ങനെ? അമുഷ്യഹി സരോരുഹ. അമുഷ്യ ഈ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ഷഷ്ഠി വിഭക്തി അസൗ എന്നുള്ളതിൻ്റെ ഷഷ്ഠിയാണ് അമുഷ്യ. സരോരുഹ, സരോരുട്ട് എന്ന് പറഞ്ഞാൽ സരസിൽ ഉണ്ടാകുന്നത് താമര. സരോരുഹ അതിൻ്റെ ഷഷ്ഠിയാണ് ഈ താമരയുടെ. അമുഷ്യഹി സരോരുഹ, ഈ സരോരുഹം എന്ന് അല്ലാതെ കണ്ടുണ്ട്. ആ പദമല്ല ഇവിടെ സരോരുട്ട് എന്നുള്ളതിൻ്റെ ഷഷ്ഠി വിഭക്തിയാണ്. അർത്ഥം ഒന്ന് തന്നെയാണ്. അമുഷ്യഹി സരോരുഹ, ഈ സരോരുഹത്തിന് കിമപി കാരണം സംഭവേത്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. സംഭവേത് ഉണ്ടായിരിക്കണം. എന്ത്? കിമപി കാരണം, എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ കണ്ട്. ഒരു താമര എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാവണ സാധനമാണ്, സ്ഥിരമായിട്ടുള്ളത് ഒന്നല്ല താമര. അത് ഉണ്ടാവണതാണെങ്കിൽ ആ ഉണ്ടാവണതിനൊരു ആധാരം ഉണ്ടാവണം, ഒരു കാരണം ഉണ്ടാവണം. അപ്പം ഈ താമരയ്ക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഇതിനെ ഒന്നുമില്ലാതെ കണ്ട്, ഒരാധാരവും ഇല്ലാതെ കണ്ട് ഒരു താമര മാത്രം അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഈ താമര ഇവിടെ കാണാനുള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു ആധാരം ആശ്രയമായിട്ട് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതി സ്മ കൃതനിശ്ചയ എന്ന് ഉറപ്പിച്ചു. അതായത് അദ്ദേഹത്തിന് കുറേയൊക്കെ ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ആ ജ്ഞാനം സ്വയം കൊടുത്തിട്ടുണ്ട്. വേദങ്ങളൊക്കെ സ്വയം ഉണ്ടായി എന്നാണല്ലോ പറയണത്. അപ്പം അങ്ങനെ അദ്ദേഹം ഉറപ്പിച്ചു, എന്തെങ്കിലും ഒരു കാരണം ഈ താമരയ്ക്ക് ഉണ്ടാവാതിരിക്കില്ല എന്ന്. കൃതനിശ്ചയ, മനസ്സിൽ ഉറപ്പിച്ചു, നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് അദ്ദേഹം നാളരന്ധ്രാധ്വന, നാളരന്ധ്രം, താമരയുടെ തണ്ടുണ്ടല്ലോ, ആ താമരത്തണ്ട നാളം, ആ നാളത്തിൻ്റെ രന്ധ്രങ്ങൾ, ദ്വാരങ്ങൾ, താമരത്തണ്ട് അങ്ങനെയാണല്ലോ, നിറച്ച് ദ്വാരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ ആ നാളരന്ധ്രാധ്വന, നാളരന്ധ്രമാകുന്ന അധ്വാവിൽ കൂടി അധ്വാവ് വഴി, നാളം വെച്ചാൽ കമലത്തിൻ്റെ താമരയുടെ തണ്ട്, ആ തണ്ടിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ദ്വാരങ്ങൾ വഴിയായിട്ട് അധ്വന, ആ വഴിയായിട്ട് ദ്വാരങ്ങൾ വഴിയായിട്ട്, ദ്വാരങ്ങളിൽ കൂടി സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ, സ്വയോഗബലവിദ്യയാ, തൻ്റെ യോഗബലം കൊണ്ടും വിദ്യ കൊണ്ടും, താൻ കുറേയൊക്കെ അഭ്യാസം തപസ് ചെയ്തിട്ടൊക്കെ ആളാണല്ലോ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അദ്ദേഹം ബ്രഹ്മാവ് തൻ്റെ യോഗബലം കൊണ്ടും തനിക്ക് ഉണ്ടായി വന്നതായിട്ടുള്ള സ്വായത്തമായി തീർന്നതായിട്ടുള്ള സ്വയം ഉണ്ടായി തന്നിൽ പ്രകാശിച്ചതായിട്ടുള്ള ആ വിദ്യ കൊണ്ടുമൊക്കെ ഈ നാളരന്ധ്രത്തിൽ കൂടി അവരൂഢവാൻ ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി. ആരോഹണം വെച്ചാൽ കയറിൽ, അവരോഹണം ഇറങ്ങൽ, അപ്പോൾ താഴത്തേക്ക് ഇറങ്ങൽ. അപ്പോൾ ഇവിടെ അവരൂഢവാൻ, താഴത്തേക്ക് ഇറങ്ങി. ഈ ബ്രഹ്മാവ് നാളരന്ധ്രങ്ങളിൽ കൂടി, താമരത്തണ്ട് താഴെയാണല്ലോ, താമരയുടെ താഴെയാണല്ലോ താമരത്തണ്ട്. അപ്പോൾ ആ നാളരന്ധ്രത്തിൽ കൂടി അതിലുള്ളതായിട്ടുള്ള ആ തണ്ടിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ദ്വാരങ്ങളിൽ കൂടി ബ്രഹ്മാവ് താഴത്തേക്ക് ഇറങ്ങാൻ നോക്കി ശ്രമിച്ചു.
സ്വയോഗബലവിദ്യയ എങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങിയത്? യോഗവിദ്യ കൊണ്ട്. അതായത് ബ്രഹ്മാവിന് ഈ ദ്വാരങ്ങളിൽ കൂടി ഇറങ്ങി പോകാനുള്ളതായിട്ടുള്ള കഴിവുണ്ടാവണ്ടേ? ചെറിയ ചെറിയ ദ്വാരങ്ങളാണല്ലോ താമരയ്ക്ക് തണ്ടിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദ്വാരങ്ങളിൽ കൂടി ഇറങ്ങി പോകാനുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന് സാധിച്ചത് യോഗബല വിദ്യ കൊണ്ടാണ്. യോഗം കൊണ്ടും വിദ്യ കൊണ്ടും ആണ് എന്ന് പറയണം. അങ്ങനെ സ്വയോഗബലവിദ്യയ തൻ്റെ യോഗബലം കൊണ്ടും ജ്ഞാനം കൊണ്ടും സമവരൂഢവൻ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി. എങ്ങനെ? പ്രൗഢധീഹി പ്രൗഢമായ ബുദ്ധിയോടുകൂടി അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു. ഈ ഒന്നുമില്ലാതെ കൊണ്ട്, ഒരു ആധാരമില്ലാതെ കൊണ്ട് ഒരു താമര ഉണ്ടാവില്ല, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഉറപ്പിച്ചിട്ട് അദ്ദേഹം ആ ആധാരം എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട്, ആ താമരയുടെ ആശ്രയം എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ നാളരന്ധ്രങ്ങളിൽ കൂടി, താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി എന്ന് പറയണം. കുറേ ദൂരം ഇറങ്ങി ചെന്നു. പക്ഷെ എന്താണ്? ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ത്വദീയം കളേബരം നതു ദൃഷ്ടവാൻ. ത്വദീയം കളേബരം, അങ്ങയുടെ കളേബരത്തെ, ആ അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ ശരീരത്തെ, കളേബരം ശരീരം, അങ്ങയുടെ ശരീരത്തെ കാണാൻ സാധിച്ചില്ല. നഖലു ദൃഷ്ടവാൻ, കണ്ടതേയില്ല അദ്ദേഹത്തിന്. അങ്ങയുടെ ശരീരം കാണാനായിട്ട് സാധിച്ചില്ല. ഈ നാളരന്ധ്രത്തിൽ കൂടെ ഇറങ്ങിപ്പോയി വെച്ചാലും അദ്ദേഹത്തിന് ആ ഭഗവാന്റെ എങ്ങനെയുള്ളതായിട്ടുള്ള ശരീരം? അതിമോഹനം. ത്വദീയം അതിമോഹനം, അത്യധികം മോഹനമായിട്ടുള്ള, അത്യധികം മനോഹരമായിട്ടുള്ള, മനസ്സിനെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള അതിമോഹനം, അതിമോഹനമായ, അത്യന്തം മനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ കളേബരത്തെ, ശരീരത്തെ കാണാൻ ബ്രഹ്മാവിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് യോഗബലുണ്ടാണ്, വിദ്യകളുണ്ട്, വിദ്യകൾ ഒക്കെ സ്വായത്തമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഈ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ ശരീരത്തെ കാണാൻ സാധിച്ചില്ല. നാളരന്ധ്രങ്ങളിൽ കൂടി ഇറങ്ങി പോവാനൊക്കെ സാധിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള കളേബരം നതു ദൃഷ്ടവാൻ, കണ്ടതേ ഇല്ല. അദ്ദേഹത്തിന് കാണാനൊട്ടും തന്നെ സാധിച്ചില്ല എന്ന് പറയണം. അമുഷ്യഹി സരോരുഹ, ഈ സരോരുഹത്തിന്, ഈ താമരയ്ക്ക് കിമപി കാരണം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാണ്ടിരിക്കില്ല. അത് വളരെ ശ്രേഷ്ഠമായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ളതായിട്ടുള്ള ആ കളേബരം ഉണ്ട്. ആ കളേബരം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ആധാരം, ആശ്രയം ഉണ്ടായിരിക്കും എന്നുറപ്പിച്ചതായിട്ടുള്ള, ഇത് കൃതനിശ്ചയ എന്ന് ഉറപ്പിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ്, സഹ കൃതനിശ്ചയ സഹ എന്ന് ഉറപ്പിച്ചതായ, മനസ്സിൽ ഉറപ്പിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ് നാളരന്ധ്രാധ്വന, നാളരന്ധ്രത്തിൻ്റെ താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടി, രന്ധ്രങ്ങളിൽ കൂടി, ദ്വാരങ്ങളിൽ കൂടി, ദ്വാരങ്ങളാവുന്ന മാർഗത്തിൽ കൂടി അധ്വന സമവരൂഢവാൻ താഴത്തേക്ക് ഇറങ്ങി നോക്കി. എന്നിട്ട് സ്വയോഗബലവിദ്യയ, എങ്ങനെയാണ് ഇറങ്ങിയത്? തൻ്റെ യോഗശക്തി കൊണ്ടും വിദ്യ കൊണ്ടും, ജ്ഞാനം കൊണ്ടും വിദ്യ കൊണ്ടുമൊക്കെ ഇറങ്ങിയിട്ട് സമവരൂഢ പൗഢധീ, പ്രൗഢമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള അദ്ദേഹം ഇറങ്ങി നോക്കി. പക്ഷേ തുദീയം, അങ്ങയുടേതായ അതിമോഹനം, അത്യന്തം മോഹനമായിട്ടുള്ള ആ കളേബരത്തെ, തുദീയം അതിമോഹനം കളേബരം നതു ദൃഷ്ടവാൻ, കണ്ടതേയില്ല, അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാണ്. അദ്ദേഹം തൻ്റെ കഴിവനുസരിച്ച് ഒക്കെ കുറേ ഇറങ്ങി നോക്കി. പക്ഷേ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം കാണണ്ടേ? എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത് താമരത്തണ്ടിൽ കൂടെ ഇറങ്ങി നോക്കിയിട്ടൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല എന്ന് പറയണം. ഒന്നും കൂടി ശ്ലോകം ചെല്ലാം. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മകൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവൻ പ്രൗഢധീസ്തുതീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഉറപ്പിതിനൊരാശ്രയം എവിടെയോ ഭവിച്ചിടുമെന്നുറച്ചത കടന്നുടൻ നിജബലാലതിൻ തണ്ടതിൽ തിരഞ്ഞു സുഷിരങ്ങളിൽ വളരെയേറെയാ ബുദ്ധിമാൻ വലഞ്ഞിതു മനോഹരം തവ വപുസ്സു കാണാഞ്ഞഹോ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.